നമസ്കാരം. സി ന്യൂസ് ലൈവിന്റെ വാർത്താ താരകത്തിലേക്ക് സ്വാഗതം. IT മേഖല ഒരു പ്രൊഫഷനായി തിരഞ്ഞെടുക്കുക. അവിടെ സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം നിർമ്മിക്കുക. തുടർന്ന് തന്റേതായ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുക. ആവുന്നത്ര പണം സമ്പാദിക്കുക. ഒരു ദിവസം ഇതെല്ലാം ഇട്ടെറിഞ്ഞ് വചനപ്രഘോഷകനാകുക. ഈ വചനപ്രഘോഷകൻ പിന്നീട് ഒരു സിനിമ സംവിധായകനാകുക. ദി ഹോപ്പ് എന്ന മലയാളം സിനിമയുടെ അമരക്കാരൻ അല്ലെങ്കിൽ സിനിമയുടെ സംവിധായകനാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സിനിമ സംവിധാനം ചെയ്ത് നിർമ്മിക്കുക മാത്രമല്ല, അത് എല്ലാവരും കണ്ടിരിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി ഇന്ത്യക്കുള്ളിൽ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലും ഓടി നടന്ന് ഈ സിനിമ എല്ലാവരെയും കാണിച്ചുകൊണ്ടിരിക്കുകയുമാണ്, ടിക്കറ്റ് ഇല്ലാതെ തന്നെ. ഇദ്ദേഹത്തിന്റെ ഒരു ബിസിനസ് മാഗ്നറ്റ് എന്ന നിലയിൽ നിന്നും ഒരു വചന പ്രഘോഷകനിലൂടെ ഒരു സിനിമ സംവിധായകൻ എന്ന നിലയിൽ എത്തി നിൽക്കുന്ന ആ യാത്രയുടെ കഥകളാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഉപാധിയാണ് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികളെയും യുവജനങ്ങളെയും. അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ പോലെ ശക്തമായ മറ്റൊരു ഉപാധി ഇല്ല ഇന്ന്. അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാവണം താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ സിനിമ എന്ന മാധ്യമം തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത്. ഏതായാലും നമുക്ക് ആ അനുഭവങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കാം. സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ദി ഹോപ്പ് എന്ന സിനിമയുടെ സംവിധായകൻ ശ്രീ ജോയ് കല്ലുകാരൻ. ജോയ് സാർ, സ്വാഗതം സി ന്യൂസിലേക്ക്. സാറിനെ ആദ്യം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒന്ന് പരിചയപ്പെടുത്തുക. കുടുംബം, സാറിന്റെ വെയർ അബൌട്ട്സ്, അതൊക്കെ ഒന്ന് പറയാം. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ചേർപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ്. എനിക്ക് ഭാര്യ, 2 പെൺമക്കൾ. മൂത്തമകളുടെ വിവാഹം കഴിഞ്ഞു. ബയോമെഡിക്കൽ എഞ്ചിനീയറായിട്ട് അയർലൻഡിൽ ജോലി ചെയ്യുന്നു. ഹസ്ബൻഡ് മനു, 2 പേരും അയർലൻഡിലാണ്. രണ്ടാമത്തെ മകൾ സൗമ്യത ജോയ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. TCS ടാറ്റ കൺസൾട്ടൻസിയിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. സാറ് ഒരു ബിസിനസ്സുകാരനായിരുന്നു തുടക്കത്തിൽ. അടിസ്ഥാനപരമായിട്ടും ഒരു ബിസിനസ് മാഗ്നറ്റ് എന്ന് പറയാം. അതിനുശേഷം ഒരു വചന പ്രഘോഷകനായി, ഇപ്പോൾ ഒരു സംവിധായകനായി. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സിനിമ സംവിധായകനാകണം എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ബിസിനസ് ചെയ്തിരുന്ന കാലത്തോ അതിനുശേഷം എപ്പോഴെങ്കിലും നേരത്തെ ആലോചിച്ചിരുന്നാണോ ഒരു സംവിധായകനാകണമെന്ന്? ഇല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നതിന്റെ പിന്നിലെ സാഹചര്യം എന്താണ്? അതൊന്ന് പറയാമോ? ഞാനൊരു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരാളല്ല. ഞാൻ 1993 വിവാഹം കഴിക്കുമ്പോൾ യൂണിസോഫ്റ്റ് കമ്പ്യൂട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സ്ഥാപനത്തിൻ്റെ MDയും ചെയർമാനുമായിരുന്നു. ബോംബെയിൽ 2 ഓഫീസുണ്ട്. എറണാകുളത്തൊരു ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് നാൾ നാട്ടിൽ നിന്നു. അന്ന് വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് വിവാഹം നടക്കുന്നത്. വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എൻ്റെ ബ്രാഞ്ച് ഓഫീസിൻ്റെ ഉദ്ഘാടനമായിരുന്നത്. അന്ന് രാത്രി ഒരു ഡിന്നർ പാർട്ടിക്ക് ഭാര്യ വന്നപ്പോൾ, തലേദിവസം കല്യാണം കഴിഞ്ഞത്, അവിടെയുള്ള VIPസിനെയൊക്കെ വിളിച്ച് മദ്യമൊക്കെ കൊടുത്ത് ഞാനും കഴിച്ച്. അപ്പോൾ അത് കണ്ടപ്പോൾ പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ലൊരു കുടീനെയാണല്ലോ കിട്ടിയത്. പുള്ളിക്കൊരൊറ്റ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഭാര്യ എന്നോട് ആവശ്യപ്പെട്ടത് വേറെ ഒന്നുമല്ല, ഒരു ധ്യാനം കൂടാനായിരുന്നു. അതൊന്നും എനിക്കതിനോട് താല്പര്യം ഉണ്ടായില്ല. 2-3 മാസം ഞങ്ങൾ ഹണിമൂൺ ട്രിപ്പായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ കൂടുതൽ ഈ ധ്യാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ശല്യം മൂലം ഞാൻ സമ്മതിച്ചതാണ്. പിന്നെ എങ്ങനെയോ എനിക്ക് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണമെന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ധ്യാനം കൂടാൻ പോയതാണ്. അത് എൻ്റെ ലൈഫിനെ മൊത്തം ഒന്ന് മാറ്റിമറിച്ചു. അന്ന് വരെ എൻ്റെ ധാരണ ഈ ബൈബിളൊക്കെ ഈ ഒരു പഴഞ്ചൻ പുസ്തകം, ഇതൊക്കെ ആർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ്, ഹൈ ടെക്നോളജിയായിട്ട് മുമ്പോട്ട് പോകുക എന്നൊരു രീതിയായിരുന്നു. ആ ധ്യാനം കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ സത്യത്തിൽ ഡിവൈനിൽ നിന്ന് പോരാൻ ആഗ്രഹം ഉണ്ടായില്ല. എനിക്കതിൻ്റെ കൂടെ നിൽക്കാനൊരു ആഗ്രഹം, എൻ്റെ ഉള്ളിൽ പണം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം എങ്ങനെയോ വിട്ടുപോയി.
എനിക്ക് പിന്നെ യേശുവിനെ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹമായി. അത് പലർക്കും തോന്നി മാനസിക പ്രോബ്ലം ആണോ എന്നൊക്കെ. ഞാൻ ഒത്തിരി മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടൊക്കെ വന്നു. ഞാൻ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ കമ്പനിയൊക്കെ അടച്ചു പൂട്ടി ഡിവൈൻ ബൈബിൾ കോളേജിൽ ചേർന്ന് വചനം പഠിക്കാനായിട്ട് ശ്രമിച്ചു. അന്നതിൻ്റെ പ്രിൻസിപ്പൽ ഫാദർ മൈക്കിൾ കാര്യമറ്റച്ഛനായിരുന്നു. അച്ഛൻ എനിക്ക് ശരിക്കൊരു പിതാവിൻ്റെ സ്ഥാനത്തായിരുന്നു. എന്തും ചോദിക്കാം. അങ്ങനെ ഞാനും അച്ഛനുമായിട്ട് എങ്ങനെ ഒരു റാപ്പ് ബിൽഡപ്പ് ചെയ്തു. 2011 ആയപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ എപ്പോഴും നിത്യജീവനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള ആഗ്രഹമാണ്. എന്നെ സ്പർശിച്ചത് മരണാനന്തര ജീവിതത്തെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ മറ്റുള്ള ഭൗതികമായ കാര്യങ്ങളെക്കാൾ ഉപരിയായി മരണശേഷം എന്തു സംഭവിക്കും, അതാണ് ഞാൻ പഠിച്ചതും എന്നെ സ്പർശിച്ചതും. സിനിമയിലും അത് വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു മെസ്സേജ്. അതാണ് എന്നെ ഈ കമ്പനിയൊക്കെ വിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് സഹായിച്ചതും. അങ്ങനെയാണ് ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ മിഷൻ തുടങ്ങുന്നത്. അത് 2011 അതെന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രാമങ്ങളിൽ ഇറങ്ങിപ്പോയിക്കൊണ്ട് അവിടേക്കുള്ളവർക്ക് സിനിമ കാണാൻ ഭയങ്കര ആഗ്രഹം. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഗ്രാമത്തിൽ താമസിക്കും. കറണ്ട് ഇല്ലാത്ത, എന്താ പറയുക, ടോയ്ലറ്റ് സൗകര്യം പോലും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ കിട്ടാന്നൊരു പിടിയുമില്ല. പക്ഷെ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അങ്ങനെ ഇവരോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, കുരിശിൽ കിടന്നുകൊണ്ട് നിലവിളിച്ചപ്പോൾ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, ഇയാളെങ്ങനെ ഞങ്ങളെ രക്ഷിക്കുന്നത്? അപ്പൊ ഒരു നെഗറ്റീവ് മെസ്സേജാണ് പോകുന്നത്. മരണം കൊണ്ട് അവസാനിക്കുന്നു എന്നാണ് അവരുടെ ധാരണ. നിങ്ങൾ പറയുന്ന രക്ഷകൻ മരിച്ചുപോയി, പിന്നെ ഇയാളെങ്ങനെ ഞങ്ങളുടെ രക്ഷകനാകുന്നത്? ഇതാണ് ചോദിക്കുന്നത്. അപ്പം ഞങ്ങളൊന്ന് മൈക്കിളച്ഛനോട് പോയി പങ്കുവെക്കും, പ്രാർത്ഥിക്കുക. അച്ഛൻ പറയും, നമുക്കിനി ഈ കാലത്ത് ആവശ്യം വിശ്വാസ പ്രമാണത്തെ വിശുലീകരിക്കണം. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വന്ന യേശുവിനെ ആളുകൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അച്ഛൻ തന്ന ഇൻസ്പിറേഷനുമായിട്ട് ഒരു മൂവി ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. കയ്യിൽ കാശൊന്നുമില്ല, എൻ്റെ കമ്പനി അടച്ചു പൂട്ടി, എല്ലാം നഷ്ടപ്പെട്ടു, കാറും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ആരൊക്കെയോ ഒരാൾ ഒരു വൈദികനായിരുന്നു ആദ്യം 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ആ വൈദികന് പിന്നെ തരാനും പറ്റിയില്ല. പിന്നെ 1 ലക്ഷം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. പിന്നെ ഹിസ്റ്ററി ചാനലിന് വേണ്ടി 8 മണിക്കൂർ ബൈബിൾ സീരിയൽ ചെയ്ത മാർക്ക് ബെർണറ്റിൽ, റോമ ടോണി എന്ന അവരുടെ പേര്, അവർ ചെയ്ത ഒരു ബൈബിൾ സീരിയൽ എനിക്ക് അത് അറിയാനിട വന്നു. ജീസസ് കോൾസ് അതിൻ്റെ മൂവി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അതിൻ്റെ 8 മണിക്കൂർ കളക്ട് ചെയ്ത് നല്ല ഹൈ ക്വാളിറ്റി അവരുമായിട്ടൊരു ടൈപ്പിൽ നിർത്തി. ഞാൻ മൈക്കിളച്ചൻ്റെ കൂടെ ഇരുന്ന് ഞങ്ങളൊരു 1.25 മണിക്കൂർ അതിൻ്റെ ക്ലിപ്പിങ്സ് എടുത്തു. ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ ഇത് വിളിച്ച് ചോദിക്കുകയോ ഇമെയിലൊക്കെ ചെയ്തു, ഒന്നിനൊരു മറുപടിയില്ല. അവസാനം ഒരു മെയിൽ വന്നത് എങ്ങനെയാണ്, നിങ്ങൾ കമേഴ്സ്യൽ യൂസിന് ഉപയോഗിക്കരുത്, ആളുകളെ ബൈബിള് പഠിപ്പിക്കാൻ വേണ്ടി ക്ലിപ്പിങ്സ് ഉപയോഗിക്കാം. ആ ധൈര്യത്തിലാണ് അതെടുത്തൊക്കെ ഞങ്ങൾ ഒരു 1.25 മണിക്കൂറും അവസാന 15 മിനിറ്റ് സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച്, യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ്, അത് ഞങ്ങൾ ഷൂട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് 1.5 മണിക്കൂർ അത് യൂട്യൂബിൽ കിട്ടും. ഹി വിൽ കം അഗെയിൻ, അത് 15 മിനിറ്റ് ഞങ്ങൾ ചെയ്തതേ കിട്ടുകയുള്ളൂ. ഇത് കാണുന്നവർ ചോദിക്കുക അടുത്ത സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഞങ്ങളുടെ ഒരു പ്രൊജക്ടർ, ഒരു സെറ്റപ്പേ ഉള്ളൂ. അപ്പോഴേക്കും ഒരാൾ വണ്ടി മേടിച്ചു തന്നു. അപ്പോൾ പിന്നെ വണ്ടിയിലായി പോകുന്നത്, സൗണ്ട് മേടിച്ചു തന്നു. അങ്ങനെ വേറെ ആൾ അടുത്തൊരു യൂണിറ്റ് എന്ന് പറഞ്ഞ പ്രൊജക്ടർ, സൗണ്ട് സിസ്റ്റം, വാഹനം, അങ്ങനെ 5 യൂണിറ്റായിട്ട് ഞങ്ങൾ കോവിഡ് സമയം വരെ നോർത്തിൻ്റെ ഒത്തിരി സ്ഥലങ്ങളിലും ലാറ്റിൻ രൂപതകളെ കേന്ദ്രീകരിച്ചായിരുന്നു പിന്നെ ഞങ്ങളുടെ പ്രവർത്തനം. ഖമ്മം രൂപതയിൽ എനിക്ക് തോന്നുന്നു 1 കൊല്ലത്തിൽ കൂടുതൽ തന്നെ ഞങ്ങൾ അവിടെ ഒരു യൂണിറ്റ് കിടന്നു പ്രവർത്തിച്ചു. ബഹുമാനപ്പെട്ട വട്ടായച്ചൻ്റെ കൺവെൻഷനും അതുപോലെ ധ്യാനത്തിനും ഒക്കെ അതിൻ്റെ അവസാന 1/2 മണിക്കൂർ കാണിക്കാറുണ്ട്. അച്ഛൻ ആ സമയത്ത് പറഞ്ഞിരുന്നത് കുമ്പസാരത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കോവിഡ് സമയത്താണ് ഞങ്ങൾ മൈക്കിളച്ചനുമായിട്ട് വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദ ഹോപ്പ് എന്ന മൂവി ചെയ്യാനുള്ളൊരു പ്രേരണ. ആ പേര് തന്നെ ഞങ്ങൾക്ക് ദർശനത്തിൽ കിട്ടും. അതിൽ കാശില്ല. ഞങ്ങൾ ഒരു 5 or 8 ചെറിയ ഒരു ഷോർട്ട് മൂവി ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പേരൊന്നും ഉണ്ടായിരുന്നില്ല.
അപ്പം അത് നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഇച്ചിരി പ്രൊഫഷണൽസ് ആയിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വിചാരിച്ചൊരു മൂവി ആക്കാലോ. അങ്ങനെയാണ് ഒരു മൂവിയുടെ തോട്ട് വന്നത്. അപ്പോൾ മൈക്കിളച്ചനും പറഞ്ഞു, മോനെ നമ്മൾ ആദ്യം ചെയ്തത് എത്ര ആളുകളെ സ്പർശിച്ചു, കാശ് ദൈവം തരുന്നേ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോഴാണ് ഒരു പേര് വന്നത്, ദ ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മൈക്കിളച്ചൻ ഒത്തിരി ഞങ്ങൾ അതിനു വേണ്ടി സഹായിച്ചു. അതിൻ്റെ സ്ക്രിപ്റ്റ് അത് ഞങ്ങളാണത് എഴുതിയത്, സ്റ്റോറിയും എല്ലാം കൂടെ ഞങ്ങളൊരു ടീമാണ്. അതിൽ പല വൈദികരും ഞങ്ങളെ സഹായിച്ചു. മൈക്കിളച്ചനാണ് ഞങ്ങളുടെ ടീമിൻ്റെ പാട്രൺ. ഫൈനൽ അച്ഛനായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെയാണ് സ്ക്രീൻ പ്ലേ ഒക്കെ ഞങ്ങൾ തന്നെ എഴുതി ഉണ്ടാക്കി അതൊരു മൂവിയിലേക്ക് എത്തിക്കാൻ നോക്കിയപ്പോൾ കുറേ ആളുകൾ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് മുൻപോട്ട് വന്നു. പലരും പറഞ്ഞു 10 ലക്ഷം വെച്ച് 50 പേരെ, ഒരു ബഹുമാനപ്പെട്ട വൈദികം പറഞ്ഞു പേരടക്കം 50 പേരെ തന്നു. അപ്പോൾ തന്നെ 5 കോടി രൂപയായി. അപ്പം അങ്ങനെ വേറെ കുറേ 5 ലക്ഷം, 1 ലക്ഷം, 2 ലക്ഷം, 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇഷ്ടം പോലെ പൈസയാണ്. അങ്ങനെ ഇതിൻ്റെ ഷൂട്ടിങ്ങായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇമ്മാനുവൽ ജോസഫ് എന്ന് പറയും. അദ്ദേഹം സിനിമ പ്രൊഡ്യൂസറാണ്. അദ്ദേഹം പറഞ്ഞു, ചോദിച്ചിട്ട് ഒരു 10-75 ലക്ഷം രൂപയുണ്ടെങ്കിൽ നമുക്ക് ഷൂട്ടിംഗ് ആരംഭിക്കാം. അപ്പോഴേക്കും പിന്നെ അപ്പോൾ അവർക്ക് വിശ്വാസവും, അപ്പോൾ അവർ പിന്നെ പൈസ തന്നു. എല്ലാം കേരളത്തിൽ. അപ്പം അങ്ങനെയാണ് ഞങ്ങളിത് കാലെടുത്ത് വെക്കുന്നത്. അങ്ങനെ ഫിലിം ചേംബർ ഓഫ് കോമേഴ്സായിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനൊക്കെ തന്നെ ഇമ്മാനുവൽ ജോസഫാണ് ഒത്തിരി സഹായിച്ചത്. ഫീൽഡിലുള്ള ആളാണ്, അധികം ഫിലിം ഫീൽഡിലുള്ള ആളാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോയി. പിന്നെ മനസ്സിലായി പൈസ തരാമെന്ന് പറഞ്ഞവർക്കൊന്നും തരാൻ പറ്റുന്നില്ല. എന്താ കാരണം എന്ന് അറിഞ്ഞൂടെ. പലവിധ കാരണങ്ങളുണ്ട്. പക്ഷെ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കിട്ടാവുന്ന രീതിയിൽ പൈസകൾ കടം മേടിച്ചും കാര്യങ്ങളും സ്വർണം വിറ്റും പണയപ്പെടുത്തിയും ഒക്കെ 3 കോടി രൂപ ചിലവാക്കിയിട്ടാണ് ഞങ്ങളിത് പൂർത്തീകരിച്ചത്. അപ്പോഴും പലരും പറഞ്ഞത് തിയേറ്ററിൽ വലിയ മാനസാന്തരത്തിന് കാരണമാകുന്നു, തിയേറ്ററിൽ സൗഖ്യങ്ങൾ നടക്കുന്നത് കാണുന്നു. കരിസ്മാറ്റിക് ഫീൽഡിലാണല്ലോ ഞാൻ. അപ്പോൾ ആളുകളൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യം. അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും പൂർത്തീകരിക്കുന്നത്. കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് റിലീസ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ പബ്ലിസിറ്റി ചെയ്യണം. ഏറ്റവും മിനിമം 1 കോടി രൂപയുണ്ടെങ്കിലാണ് ഒരു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതിൻ്റെ പബ്ലിസിറ്റി പോസ്റ്ററുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതുപോലെ ചിലവുണ്ട്. നമുക്കത് അറിയില്ലായിരുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആദ്യമൊക്കെ ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ പ്രൊഡ്യൂസർ തന്നെ വേണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും. ഞങ്ങളുടെ ടീമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് ഞങ്ങളൊരു 5 പേര് കൂടെ, ഒന്ന് എൻ്റെ വൈഫ് തന്നെയാണ്, വേറെ 3 സുഹൃത്തുക്കൾ, ഒന്ന് ഇമ്മാനുവൽ ജോസഫ്, ഒരു ബേബി തറയിൽ, പിന്നെ സണ്ണി അക്കരപ്പറ്റി. അങ്ങനെ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പ് കമ്പനി ഉണ്ടാക്കി 10 ലക്ഷം രൂപ എടുത്തിട്ട് അങ്ങനെ ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു ഇതിലാണ്. പിന്നെ കുറച്ച് പൈസ കൂടെ ഒരു 10-75 ലക്ഷം ഉണ്ടാക്കി സിനിമ തുടങ്ങിയത്. അങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനി ആയിരുന്നു. പിന്നെയാണ് ഈ കടം മുഴുവൻ മേടിച്ചതൊരു 3 കോടിയിലേക്ക് എത്തിയതും. പിന്നെയാണ് തിയേറ്റർ റിലീസ് ചെയ്യണമെങ്കിൽ ഇനി 1 കോടി എങ്ങനെ പോയാലും വേണമെന്ന് മനസ്സിലായി. ഏറ്റവും മിനിമം. അപ്പോൾ അത് പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ആകെ വിഷമിച്ചു പോയി. അങ്ങനെ ദാനിയേൽ പൂർണ്ണത്തിലച്ഛനായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധമുണ്ട്. അച്ഛനെ സിനിമയൊന്ന് കാണിച്ചു. അച്ഛനോട് പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. മൈക്കിളച്ചൻ പറഞ്ഞു, മോനെ എനിക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. പിന്നെ സിനഡിൽ കാണിച്ചു. ബിഷപ്പ്മാർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശലോമിൻ്റെ ബെന്നി ബ്രദറെ കാണിച്ചു. ബ്രദറും പറഞ്ഞു ഞങ്ങളുടെ മിഷൻ വേറെയാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കാം, മൂവി വളരെ നന്നായിരിക്കുന്നു, പക്ഷെ പൈസയ്ക്കൊരു വഴിയുമില്ല. അപ്പോൾ ദാനിയേലച്ചൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോ ഒത്തിരി വൈറലായി. ഒത്തിരി ആളുകൾ ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സുനിതയും സണ്ണിയും കുറേ കോൺവെൻറ്റുകളിൽ പോയി ക്ലാസ്സൊക്കെ എടുക്കുമായിരുന്നു. ഒത്തിരി സിസ്റ്റേഴ്സ് ഞങ്ങളെ സഹായിച്ചു. 1 ലക്ഷം, 2 ലക്ഷം, 5 ലക്ഷമൊക്കെ വെച്ച് കുറേ ആളുകൾ ഞങ്ങൾക്ക് പൈസ തന്നു, വേറെ രീതിയിലൂടെ സഹായിച്ചു. പിന്നെ മൂവി കാണിച്ചിടത്തുനിന്ന് ആളുകൾ തരുമായിരുന്നു. ഞാനിപ്പോൾ അമേരിക്കയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ കണക്ക് നോക്കിയപ്പോൾ 91 ലക്ഷം രൂപ മാത്രമേ കടമായിട്ടുണ്ടായിരുന്നുള്ളൂ. 91 ലക്ഷം രൂപ ഇനി കടമുണ്ട്. കടമുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കൊരു 5-6 ലക്ഷം രൂപകളൊക്കെ കളക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾക്ക് അറ്റം കാണാൻ പറ്റാൻ തുടങ്ങി. ഇത് മുമ്പോട്ട് പോകും. ഞാൻ അമേരിക്കയിലേക്ക് വരാനുണ്ടായത് അമേരിക്കയിലുള്ള ഏതോ ഒരു ചർച്ചുകാർ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ ഫിലിം ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ
എൻ്റെ മൂത്ത മോളാണ് അത് കണ്ടെത്തിയിട്ട് അതിലേക്ക് ഞങ്ങൾ ഈ മൂവി അയച്ചു. അത് സെലക്ട് ചെയ്തു അവർ. അത് മൂവി ഫെസ്റ്റിവലിന്റെ 3 ദിവസത്തേക്ക് കാണിക്കാൻ 6 ഫീച്ചർ ഫിലിമിൽ ഒരെണ്ണമായി. അപ്പൊ അത് ഈ അമേരിക്കയിലായിരുന്നു അതിന്റെ. അമേരിക്കയിലായിരുന്നു വേൾഡ് വൈഡ് നിന്ന് മൂവീസ് ക്ഷണിച്ചിട്ടായിരുന്നു അത്. അപ്പൊ അതിന്റെ ആ സെലക്ഷനിൽ 6 മൂവിയിലേക്ക് ഫീച്ചർ ഫിലിമായി എനിക്കൊരു ഇൻവിറ്റേഷൻ അയച്ചു തന്നു. അത് 2023 പക്ഷെ എനിക്ക് വിസക്ക് ഇന്റർവ്യൂവിനും ഇത് കിട്ടിയില്ലായിരുന്നു. ഫൈനലിസ്റ്റ് വരെ വന്നു മൂവി. എത്ര മൂവി ആയിരുന്നു ആദ്യം? 500 മൂവി ഉണ്ടായിരുന്നു. അതിൽ എത്ര ഫീച്ചർ ഫിലിം ആണെന്ന് എനിക്കറിയില്ല. ഷോർട്ട് മൂവീസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫീച്ചർ ഫിലിം 6 സെലക്ട് ചെയ്തതിൽ 1 ഞങ്ങളുടേതായിരുന്നു. ഫൈനലിസ്റ്റ് ആയി ഫീച്ചർ ഫിലിമില്. എന്നിട്ട് അവരൊരു വീഡിയോ കോൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മൂവി ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു, പക്ഷേ അമേരിക്കയുടെ കൾച്ചറല്ല ഇന്ത്യൻ കൾച്ചർ. അപ്പോൾ ആ കുടുംബത്തിൻ്റെ കൾച്ചറും അതിൻ്റെ സീനുകളൊക്കെ അത് അമേരിക്കയായിട്ട് യോജിക്കുന്നതല്ല. ബട്ട് യുവർ മൂവി ഈസ് എ ഫെയ്ത്ത് ബിൽഡിംഗ് മൂവി. അതാണ് ഞങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫൈനലിസ്റ്റായിട്ട് അവസാനിച്ചു. ഈ 24 അവരുടെ വീണ്ടും ഫെസ്റ്റിവൽ വന്നപ്പോൾ എന്നെ അവർ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, ഇവിടെ നമ്മൾ ഒരു ക്രിസ്ത്യൻ മൂവി മേക്കേഴ്സിൻ്റെ ഒരു ഗിൽഡുണ്ട്, അതിൽ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അതിലേക്ക് എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ ഇതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് അന്നായിരുന്നു 2024 നവംബറോ ഡിസംബറോ ആണ്, ഇത് മാർച്ചിലാണ്. അപ്പോൾ അവരെനിക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ തന്നൊരു കോപ്പി എംബസിയിലേക്ക് അയച്ചു. എൻ്റെ ഇൻ്റർവ്യൂ ഡേറ്റ് ഒക്കെ മാറ്റി കിട്ടി. എനിക്ക് അങ്ങനെ അതിൽ മുമ്പത്തൊരു ഡേറ്റ് കിട്ടി, ഡിസംബറിൽ കിട്ടി. അങ്ങനെ അവരുടെ ഇൻവിറ്റേഷൻ മൂലമാണ് എനിക്ക് അമേരിക്കയിലേക്ക് വരാൻ പറ്റിയത്. അപ്പോൾ വന്നപ്പോൾ ഞാൻ ജോയ് പിതാവിനെയൊക്കെ കണ്ടിരുന്നു, സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ നല്ല പ്രോത്സാഹനം നമുക്ക് തന്നു. പല പള്ളികളിൽ ഇത് കാണിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അച്ഛന്മാർ ക്രമീകരിച്ച് തന്നു. ഒരാഴ്ചത്തെ പ്രോഗ്രാം എനിക്ക് അത് ജോർജിയ ആൽബനിയിൽ വെച്ചായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ പള്ളികളിൽ കാണിക്കാൻ തുടങ്ങി. നല്ല രീതിയിൽ അത് ഇനി അങ്ങോട്ട് അമേരിക്കയിലെ ഇനിയും മറ്റ് വേറെ ഇടവകളിലേക്കൊക്കെ ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ വന്നിട്ട് 1 മാസവും ഒരാഴ്ചയും കഴിഞ്ഞു. ഇനിയും പള്ളികളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ഹൂസ്റ്റണിലേക്ക് പോകുന്നു, പിന്നെ സാൻ ആന്റോണിയോസ്, അവിടുന്ന് ലോസ് ആഞ്ചൽസിലേക്ക്, പിന്നെ അരിസോണ, അവിടുന്ന് ടാമ്പ, അങ്ങനെ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. മെയ് അവസാനം വരെ ഞാൻ ഇവിടെ തന്നെ. അപ്പോഴേക്ക് പ്രോഗ്രാംസ് എല്ലാം ബുക്കഡ് ആയി കഴിഞ്ഞു. കഴിയുന്നിടത്തുനിന്നൊക്കെ കളക്ഷൻസ് കിട്ടുന്നുണ്ട്. ഇന്നലത്തെ കളക്ഷൻ പറഞ്ഞത് $3700 അവരെന്നോട് വിളിച്ചു പറഞ്ഞു. വേറെ ചിലടത്ത് അറിയില്ല, അത്ര ഞാൻ ചോദിക്കാനേ പോയിട്ടില്ല. ഷാലോമിൽ പ്രവർത്തിച്ചിരുന്ന ജെറി, അപ്പൊ അദ്ദേഹമാണ് നമുക്ക് ആദ്യമായിട്ട് മുൻപോട്ട് വന്നത്. അദ്ദേഹത്തിലൂടെയാണ് പിന്നെ പല സ്ഥലങ്ങളിലേക്ക് ഇത് എത്താൻ കാരണമായി തീരുന്നത്. ഞാൻ അമേരിക്കയിലേക്ക് വരുമ്പോൾ ബോസ്റ്റണിൽ ഒരു പോൾ മേച്ചേരി, അജു ജോൺസ്, 2 പേരെയാണ് എനിക്ക് അറിയാവുന്നത്. പിന്നെ എവിടേക്ക് എങ്ങനെ പോകണമെന്ന് ഒരു പിടിയുണ്ടായിരുന്നില്ല. പക്ഷെ അത്ഭുതകരമായിട്ടായിരുന്നു ദൈവം ഓരോ സ്ഥലങ്ങളിലും താമസവും പ്രവർത്തിക്കാനുള്ള ആളുകളും മുൻപോട്ട് വന്നുകൊണ്ട്. ശരിക്കും ദൈവം മുൻപേ ദൂതനെ അയക്കുന്നു പറഞ്ഞത് തന്നെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്. ഇനി ഇതിന്റെ ഈ കാസ്റ്റിംഗിനെ പറ്റി ഒന്ന് പറയാമോ? ആ പേര്, ഹോപ്പ് എന്നുള്ള പേര് തിരഞ്ഞെടുക്കാനുള്ള കാരണം, പിന്നെ ഇതിന്റെ കാസ്റ്റിംഗ്, ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ഒത്തു വന്നത്? കാസ്റ്റിംഗ് എങ്ങനെയാ തിരഞ്ഞെടുത്തത്? ദ ഹോപ്പ് എന്ന് പറഞ്ഞ മൂവിയുടെ പേര് ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ, ദർശനത്തിൽ കിട്ടിയതായിരുന്നു. കാസ്റ്റിംഗ് ഇതിന്റെ നായകനായിട്ട് എൻ്റെ മനസ്സിൽ സിജോയ് വർഗീസിനെയാണ് വന്നത്. പുള്ളിയുടെ വൈഫുമായിട്ട് ഞാൻ അടുപ്പുണ്ട്. ഞാൻ ബൈബിൾ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരത്തി അതിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. എങ്ങനെയോ എൻ്റെ മനസ്സിൽ വന്നിരുന്നു. ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നത് സനീഷ് ബോസ് എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയാണ് ലെനയും ശ്രീകാന്ത് മുരളിയൊക്കെ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചെയ്തത്. പിന്നെ പലരെയും വേറെ ഓരോ സമയങ്ങളിൽ ഓരോരുത്തർ വന്ന് അങ്ങനെ കണക്ട് ചെയ്തു. അങ്ങനെയാണ് അതിൻ്റെ കാസ്റ്റിംഗ്. അതിൽ പലരും പുതുമുഖങ്ങളാണ്. പക്ഷെ ആദ്യമായിട്ട് അഭിനയിച്ചതെന്ന് ആരും പറയില്ല. ഇതിൽ ആ പയ്യന്റെ പെങ്ങളായിട്ട് അഭിനയിച്ചത് എൻ്റെ മകളാണ്. അവൾ ആദ്യമായിട്ടാണ്. എനിക്കാണെങ്കിൽ അവൾ അതിലേക്ക് ഉൾപ്പെടുത്താൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആരെ നോക്കിയിട്ടും ശരിയാവുന്നില്ല. അതിന്റെ സത്യത്തിൽ സനീഷ് ബോസാണ് എന്നോട് പറഞ്ഞത്, സാറേ മോള് മതി, രണ്ടാമത്തെ മകള്. എല്ലാ ദൈവത്തിനും ഇടപെടലായിരുന്നു എല്ലാ കാര്യത്തിലും. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, സാർ ഇതിനു മുമ്പ് മൂവി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടോ?
ഞാൻ സ്കൂളിൽ പഠിക്കണം സമയം മുതലേ എനിക്ക് നാടകത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. സ്കൂളിൽ അഭിനയിക്കുമായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില പരിപാടികൾക്കൊക്കെ നാടകം അഭിനയിക്കുമായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രി ചെയ്തത് ചിന്മയ മിഷൻ കോളേജിലായിരുന്നു. അവിടെ ഞാൻ ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് ഡയറക്ടറും ആയിരുന്നു. കൊച്ചിലെ തൊട്ടേ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട് അതിനോട്. പക്ഷെ ഒരു മൂവി ഡയറക്ട് ചെയ്തിട്ടില്ല ഇതിനു മുമ്പ്. ഇത് ആദ്യമായിട്ട് ചെയ്ത ഡയറക്ഷൻ. മൂവി ഡയറക്ഷൻ ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഈ ഹി വിൽ കം അഗെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പലരിലൂടെയാണ് ഇത് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഫോറിനേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്യേണ്ടി വന്നപ്പോൾ എൻ്റെ മനസ്സിലുള്ളതുപോലെ മറ്റുള്ളവർക്ക് അത് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ തന്നെ അവർക്ക് ആക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടാണ് 2013 ഹി വിൽ കം അഗെയിനിലേക്ക് അവരത് ആക്ട് ചെയ്തത്. അതിൽ ഡയലോഗ്സും ഒന്നുമില്ല, വേറെ ആക്ഷനെ വേണ്ടുമായിരുന്നു. പക്ഷെ അതിന് ഞാൻ തന്നെ മുമ്പോട്ട് നിൽക്കേണ്ടി വന്നു. പിന്നെ ഇതിലേക്ക് വന്നപ്പോഴും ഇതിൽ ഷിജാന്ത് എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേറ്റ് ഡയറക്ടർ, അസോസിയേറ്റ് ആണ് ഇതിൻ്റെ ശരിക്കും വരെ കൊണ്ട് ആക്ട് ചെയ്യിപ്പിച്ചെടുക്കുക. അതെനിക്ക് ഒത്തിരി സഹായമായിരുന്നു പുള്ളി. അപ്പോൾ സാറിന്റെ ഇനി ഒരു ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇനി കൂടുതൽ സിനിമകൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ, അതോ ഇനി തിരിച്ച് ബിസിനസ്സിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ? എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ സത്യത്തിലും സിനിമയോട് താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഇതിൻ്റെ പ്രഷർ, സിനിമയുടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ശരിക്കും എൻ്റെ ധ്യാനിപ്പിക്കുന്ന ബൈബിൾ ടീച്ചറൊക്കെ ഞാൻ കുപ്പായി ഊരി വയ്ക്കേണ്ടി വന്നു. അങ്ങനെ അത്രയും ഒരു ബിസിനസ്സുകാരനെ പോലെ നിന്നിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. അതോടെ ഞാൻ തീരുമാനിച്ചു ഇനിയില്ല. പിന്നെ തന്നെ അതിൽ കടം കൂടെ വന്നതോട് എൻ്റെ വൈഫും മക്കളും പറഞ്ഞു, പപ്പേ ഇരിക്കണ വീട് പോലും ഇനി വിൽക്കണമല്ലോ എന്നുള്ളൊരവസ്ഥയിൽ അപ്പം ഇല്ല എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ സിനിമ റിലീസ് ആയതെന്നായിരുന്നു? സത്യത്തിൽ റിലീസായിട്ടില്ല. സിനിമ കംപ്ലീറ്റ് ആയത് 23 ഡിസംബറിലായിരുന്നു. 23 ഡിസംബറിലാണ് കംപ്ലീറ്റ് ആയത്. അപ്പോൾ പിന്നെ ഒരിക്കലും ചെയ്യില്ല എന്ന് ഞാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ അത് കാണുന്നവരിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ്, അവർ വന്ന് പങ്കുവയ്ക്കും, അവരുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ചില കുടുംബങ്ങളിൽ കുട്ടികൾക്കുണ്ടായ മാറ്റങ്ങളൊക്കെ കേൾക്കാനും പൈസയും വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ മനസ്സൊന്നും പതുക്കെ മാറി. പിന്നെ ഒത്തിരി ആളുകൾ മുമ്പോട്ട് വന്നിട്ട് ഇനിയും മൂവി ചെയ്യാനുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇനി കടം മേടിച്ചിട്ട് ചെയ്യില്ല, ഇനിയും മുമ്പോട്ട് നമ്മൾ ചെയ്യും, സിനിമകൾ ചെയ്യും, ഇതുപോലെ നല്ല നല്ല മെസ്സേജുകൾ കൊടുക്കുന്നു. 2 മൂവിക്ക് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞു. ആദ്യത്തെ ഒരു കുടുംബ ചിത്രം തന്നെയാണ്, പേരൊന്നും ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. രണ്ടാമത്തത് അത് പ്യുവർ ഒരു ബൈബിൾ മൂവി ആയിരിക്കും. അത് വിഷൻ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് സാറിന് ഇനി എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സി ന്യൂസിന്റെ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, വിഷ്വൽ മീഡിയയിലേക്ക് നമ്മൾ എല്ലാവരും വരണം. നമ്മുടെ മക്കളൊക്കെ ഇങ്ങനത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യണം. മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചാലും ഇത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കും. ലോഗോസ് ഫിലിംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് ഞാൻ. അടുത്ത പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾക്ക് പോകണം. അതിന് നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുകയാണ്. ഇതിന് കാരണമായി തീർന്ന, അതിൻ്റെ പുറകിൽ സഹായിക്കുന്ന, പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. ഈ അഭിമുഖം ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ ഓർമ്മയിലെത്തുന്നത്. മാർപ്പാപ്പ പറഞ്ഞു, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദൈവത്തെ കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുള്ളവരാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുക, ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവങ്ങൾ ഓർമ്മിച്ചെടുക്കുക, അത് മറ്റുള്ളവരുമായി പങ്കുവെക്കുക. തങ്ങൾ ദൈവത്തെ കണ്ടുമുട്ടിയ അനുഭവങ്ങൾ മറ്റുള്ളവർ പങ്കുവെക്കുമ്പോൾ അത് കേൾക്കാൻ മനസ്സ് കാണിക്കുക. മാർപ്പാപ്പ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നമ്മുടെ ദൈവത്തെ കണ്ട അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അതൊരിക്കലും ഒരു പ്രഭാഷണ രീതിയിലാകാൻ പാടില്ല, മറിച്ച് നമ്മൾ ഹൃദയത്തിൽ അനുഭവിച്ചത് പങ്കുവയ്ക്കുന്ന രീതിയിൽ മാത്രമേ ആകാൻ പാടുള്ളൂ എന്ന്. താൻ അനുഭവിച്ച, താൻ കണ്ട ദൈവത്തെ ഈ ലോകത്തിന് പകർന്നു കൊടുക്കാൻ അക്ഷീണം പ്രയത്നിക്കുന്ന ശ്രീ ജോയ് കല്ലൂക്കാരനും അദ്ദേഹത്തിന്റെ സഹകാരികൾക്കും അതുപോലെയുള്ള മറ്റനേകാര്യങ്ങൾക്കും ദൈവം ശക്തി പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ സിസിലി ജോൺ സൈനിങ് ഓഫ് ഫോർ സി ന്യൂസ് ലൈവ്.